ഇന്ന് എനിക്ക് നമ്മുടെ സമകാലിക സമയത്ത് അല്ലെങ്കിൽ കാലത്ത് ഒരുപാട് പേര് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവര് ഉണ്ട്, പ്രത്യേകിച്ച് പാരന്റിങ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീറാമാണ്, ഒരു ന്യൂറോ സയൻസ് അല്ലെ റിസർച്ച് സെന്ററിന്റെ ചീഫ് കൺസൾട്ടന്റ്, പിന്നെ ന്യൂറോ കൗൺസിലിംഗിന്റെ റിസർച്ച് സെന്ററിൽ. അതുകൊണ്ട് ഞാൻ താങ്കളെ സമീപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരന്റിങ് പ്രോബ്ലംസ് സമീപിച്ചു. അത് ഇത് കഴിഞ്ഞിട്ടാണോ അത് വലിയ ആൾക്ക് അഭിഭാവം പറഞ്ഞത് കൂടുതൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെങ്കിലും സത്യം ഉണ്ടാവും. ഉണ്ട്. ശരിക്കും പറഞ്ഞാല് കോവിഡിന് മുന്നേയും ഇതുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഡിപ്രഷൻ, അതും ക്ലിനിക്കൽ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വന്നു തുടങ്ങി. ശരിക്കും നമ്മൾ ആ ഒരു 3 കൊല്ലം വീട്ടിൽ ഇരുന്നപ്പോ ഉണ്ടായ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പോ റിഫ്ലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അതിൽ കുറച്ച് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ ആ ഒരു 3 കൊല്ലം ഇപ്പോ ഒരു ടീനേജിലേക്ക് കടക്കുന്നവര് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് മൊത്തം വീട്ടിനകത്തോട്ടായി പോയി. അപ്പൊ അതിലുണ്ടാകുന്ന കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ്, സോഷ്യൽ ആയിട്ട് അവര് സോഷ്യൽ വിഡ്രോവൽ അവർക്ക് വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് കൊറോണയ്ക്ക് ശേഷം നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടാറുള്ള കൗൺസിലിംഗ് ഇപ്പൊ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഈ ഫെബ്രുവരി മാർച്ച് എക്സാം ടൈമാണ്. അപ്പൊ പല കുട്ടികളും അങ്ങനത്തെ പ്രോബ്ലംസ് വരെ നമ്മുടെ ഇപ്പൊ സംഭവിക്കാറുണ്ട്. അതായത് പരീക്ഷയ്ക്ക് പോയി അനുഭവിക്കാൻ പാടുപെടുന്ന കുട്ടികളാണോ അതോ സമയത്തെ നമ്മളെ ചോദിച്ചാണോ എന്താണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എന്നുള്ളൊരു ഫിയർ കുഞ്ഞുങ്ങൾക്കുണ്ട്. അപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം തന്നെ റിസൾട്ട് പേടിച്ച് ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ നിരക്കും കൂടുതലായിരുന്നു. പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം സഞ്ജീവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ റിസൾട്ട് വരുന്ന സ്ട്രെസ് കാരണം അതിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പ്രീ കൗൺസിലിംഗ് എന്നുള്ളൊരു മെത്തേഡ് സഞ്ജീവനി കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് ട്രേഡ് യൂണിയൻ അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ വർഷത്തെ ഇതിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. അതില് കഴിഞ്ഞ തവണ ഏകദേശം ഒരു വലിയ ശതമാനം കുഞ്ഞുങ്ങളുടെ സൂയിസൈഡൽ ടെൻഡൻസി കുറയ്ക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്ത് വിചാരിച്ചു. പക്ഷെ ഇന്നത്തെ ഒരു ഫെബ്രുവരിയായി മാർച്ച് എക്സാംസ് വരുന്നുണ്ട്. അപ്പം ശ്രീറാം കുറച്ച് എക്സാം ടിപ്സ് കുട്ടികൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എക്സാം ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്ട്രെസ്ഡ് ആണ്. ഇപ്പം ഓൾറെഡി 10ാം ക്ലാസ്സിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് അത് ആദ്യം തുടങ്ങാം അല്ലെ. എക്സാം സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്ക് എന്താണ് താങ്കളുടെ അതിന് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള പോയിന്റ് കുഞ്ഞുങ്ങളോട് ഇതൊന്നും പറയാനില്ല, ഈ പാരന്റ്സിനോടാണ് പറയാനുള്ളത്. നമ്മളിപ്പോ എന്റെ കരിയറിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ കുട്ടി 8ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്ന ക്ലാസ്സില് ടോപ്പ് 3 വരുന്ന ഒരു കുട്ടിയായിരുന്നു. 9ാം ക്ലാസ് ആയപ്പോ കുട്ടി പഠിത്തത്തിലേക്ക് ഭയങ്കര മോശമായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ടോപ്പ് 3 നിന്ന് ലാസ്റ്റ് 3 എത്തുന്ന സിറ്റുവേഷനിൽ ആ കുട്ടി വന്നായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ചോദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്ക് ഹെവി പ്രഷർ ഫ്രം ദ പാരന്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 8ാം ക്ലാസ് വരെ അവർക്ക് കുഴപ്പമില്ല, അവർ ഫസ്റ്റ് വന്നു പോകുന്നു. അപ്പൊ 9ാം ക്ലാസ് ആകുമ്പോൾ ഇനി 10ആണ്, സോ പഠിക്കണം എന്നുള്ള പാരന്റ്സിന്റെ പ്രഷർ ആ കുട്ടി അന്നേരെ നോർമലായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ആ കുട്ടിക്ക് ഒരു കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത് അച്ചീവ് ചെയ്തിരിക്കണം, നമ്മളിപ്പോ മാർക്ക് വാങ്ങണം. ഇപ്പോ അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ സാറിന് ഞാനൊരു റൂമിൽ ലോക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ശരി, സാറ് സ്വന്തമായിട്ട് റൂമിൽ ലോക്ക് ചെയ്തിട്ട് സാറിന് എത്ര മണിക്കൂർ വേണം റൂമിനകത്ത് ഇരിക്കുക അല്ലെ. അതേസമയം ഞാൻ ആ റൂം ലോക്ക് ചെയ്തിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ സാർ അതിനകത്ത് സ്വസ്ഥമായിട്ട് സാറിന് ഇരിക്കാൻ പറ്റും? ഇല്ല. ഞാനിനി എപ്പോ ഒന്ന് തുറക്കും, ഞാൻ ഇനി കൂട്ടിയിടുമോ എന്നുള്ള നമ്മുടെ ടെൻഷൻ, നമ്മുടെ ഫ്രസ്ട്രേഷൻ. പക്ഷെ സാറായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ സാറ് കൂടുതലായിട്ട് സാറിന് വേണ്ടപ്പോ സാർ പുറത്ത് വരും, സാർ അകത്ത് പോകും. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അവര് സ്വന്തമായിട്ട് അറിഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ ഈസിയായി ഹാൻഡിൽ. നമ്മളതൊരു പ്രഷറായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ചെയ്യേണ്ടത് നാളെ എക്സാം ഇന്ന് പ്രഷർ എന്നുള്ള ഒരു മെത്തേഡ് അല്ല. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്. നമ്മൾ 10ാം ക്ലാസ്സിലത്തേക്ക് അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ 9ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രഷർ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്
പാരന്റ്സ് മാറ്റും. മനസ്സിലായി. പക്ഷെ അവിടെ പേരൻസിനെ സംബന്ധിച്ചോളം ഓരോ 10ാം ക്ലാസ് നല്ല മാർക്ക് മേടിക്കണമെന്നായിരിക്കും. ഇപ്പൊ ഈ 1ാം ക്ലാസ്സിൽ തന്നെ പ്രശ്നം അവർ കൊടുക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ സമുദായത്തിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ മൈ സ്റ്റുഡന്റ് ഷുഡ് ബി അല്ലെങ്കിൽ മൈ വർക്ക് ഷുഡ് ബി ദ ബെസ്റ്റ് എന്നുള്ളതായിരിക്കും അവിടെ പ്രശ്നം പറയുന്നത്. പ്രത്യേകിച്ച് പാടാൻ എന്റെ മോൻ പാടുന്നില്ല, എന്റെ കൊച്ചു പാടുന്നില്ല, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത്, അതൊരു പ്രശ്നമാണ്. ഈ പഠിത്തത്തിലും അതേ പ്രശ്നമാണ് ഫസ്റ്റ് ടൈം. അവരെ സംബന്ധിച്ചോളം എന്തിനാണ് ഈ പ്രഷർ എന്നുള്ളത് ഇപ്പൊ പലർക്കും ഡൗട്ട്ഫുൾ ആണ്. കുട്ടി എങ്ങനെ പ്രഷർ എടുക്കുന്നു, കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് എന്ത് പ്രഷർ എടുക്കുന്നത്, അതൊരു എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് ശരിയായിരിക്കുമോ? ഞാൻ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പൊ സാർ നേരത്തെ ഇപ്പൊ കുറച്ചു മുന്നേ സാറ് പറഞ്ഞു എന്റെ കുട്ടി ഫസ്റ്റ് വരണം ആരെക്കാരും എന്നുള്ളതിലാണ് ചോദ്യം. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് പല സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ പറയുന്ന കാര്യമാണ്, ഇന്നും പാരന്റ്സിന് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഈ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വരണം എന്നാണ് എപ്പോഴും കുട്ടികളുടെ പാരന്റ്സ് പറയുന്നത്. അവരെക്കാൾ നല്ല മാർക്ക് വാങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൽഫ് വാല്യുവേഷൻ ആണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്. കഴിഞ്ഞ മാസത്തെ കാര്യം എന്റെ കുഞ്ഞ് ഈ മാസം എത്രത്തോളം ഗ്രോ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. കഴിഞ്ഞ മാസം അതിന് ഒരു ലെസനെ പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഈ മാസം 1.5 ലെസൺ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കമ്പയർ ചെയ്യണം. വെരി ഗുഡ്. അവിടെ ഒരു പോയിന്റ് ഞാനും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും കൗൺസിലിംഗും കാര്യങ്ങളും എക്സാം സ്ട്രെസ് ക്ലാസ്സിൽ വന്നിട്ട് പേരൻസ് ഷുഡ് നോട്ട് കമ്പയർ വിത്ത് അതർ പേഴ്സൺ. അതെ, ഇറ്റ് ഷുഡ് ബി എ കമ്പാരിസൺ ബിറ്റ്വീൻ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഓണപരീക്ഷയിൽ എന്താണ് എന്റെ കുട്ടി വാങ്ങിയത്, അതിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അതിൽ നിന്ന് പോയതോ ആണോ നല്ലത്. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഉള്ള കമ്പാരിസൺ വരുമ്പോഴാണ് കുട്ടിക്ക് ഭയങ്കര നെഗറ്റീവ്. അതെപ്പോഴും കുഞ്ഞുങ്ങളിൽ ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്ത് എന്നാലും നമ്മൾ അവരെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അവൻ നല്ലത്, ഞാൻ ഗുഡ് ഓർ ബാഡ്, അതാണ് അവിടെ വരുന്നത്. അതെപ്പോഴും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം സ്ട്രെസ് വരും. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഈ സിറ്റുവേഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ കുട്ടികള് ഈവൻ ഇഫ് ഡിപ്രഷന്റെ മീനിങ് എന്താണെന്ന് പോലും അറിയാതെ ഇന്നത്തെ മോഡേൺ ChatGPT പോലത്തെ അല്ലെങ്കിൽ ഗൂഗിൾ പോലത്തെ സാധനത്തിൽ ഡിപ്രഷന്റെ സിംറ്റംസ് ഇവർ അടിച്ചു കൊടുത്തിട്ട് അത് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മള് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ അങ്ങനത്തെ കേസസ് വരാറുണ്ട്. ഈ പാരന്റ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികളുമുണ്ട്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. ചിലവര് കറക്റ്റ് സ്റ്റേജിൽ വരും, ചിലവര് ഒരു ഫേക്ക് സ്റ്റേജ് ഉണ്ടാക്കി വരുന്നതുണ്ട്. ഡിഫറെന്റ് സ്റ്റേജസ് അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. കുട്ടികളെ ഫേക്ക് ചെയ്ത് മുന്നിൽ വന്നിട്ട് അപ്പൊ ഞാനൊരു രസകരമായിട്ട് ചോദിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ടാബുവാണ് കൗൺസിലിന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, അല്ലെങ്കിൽ അടുത്ത ലെവലാണ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ താങ്കൾ പോലെ കൂടെ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഇതിലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഒരു എക്സാം സ്ട്രെസ്, അതിന് താങ്കൾ പറഞ്ഞ കാര്യം പേരന്റ്സ് ആർ ഓൾസോ റെസ്പോൺസിബിൾ. അപ്പൊ എനിക്ക് ആ പോയിന്റ് മനസ്സിലായി, കുട്ടികൾ ഫേക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യും? നമ്മളൊരു രസകരമാണ് ഒരിടൊക്കെ ചെയ്താലും കുട്ടികളെ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവിടെ പേരൻസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയ്ക്ക് കുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ച് 10ാം ക്ലാസ് പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നു. കുട്ടി ഒട്ടും പഠിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പോംവഴി? അത് പക്ഷെ പേരൻസിന് സ്ട്രെസ്സാണ്. മറ്റേ ഈ കുട്ടിക്ക് സ്ട്രെസ്സേ ഇല്ല, കുട്ടിക്ക് മടി. ഏത് സമയം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ TV കാണാൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഗാഡ്ജറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഏതെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എപ്പോ തൊട്ടാ കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്? അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ട്. ചിലവരാണെങ്കിൽ അന്ന് വൈകുന്നേരം പോയി പഠിക്കുന്നവരുണ്ട്, ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഒരു ചിട്ട. നമ്മുടെ ലൈഫിലൊക്കെ എനിക്ക് പോസ്റ്റ് കോവിഡ് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായി, നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതായി. കോവിഡിനെ കൊണ്ട് ഗുണങ്ങൾ കൂടുതലുണ്ടെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളർന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാണ്ടായി. മനസ്സിലായി, വീട്ടിൽ വന്നാലും ജോലി. അപ്പൊ ഇതൊക്കെ കുട്ടികളാണെങ്കിലും ആർക്കും സമയം സംസാരിക്കാനൊക്കെ ഇല്ലാത്തപ്പോ കുട്ടികൾ കൂടുതൽ ഗാഡ്ജറ്റ്സ് അതൊക്കെ നിന്നോട്ടെ. അപ്പം എപ്പോ തൊട്ടാണ് പഠിക്കാന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ പരീക്ഷയുടെ 90% കുട്ടികളും പഠിക്കുന്നത് ആ ഒരു 3 മാസം സ്റ്റഡി ഹോളിഡേസിനോ അല്ലെങ്കിൽ അവസാന നിമിഷമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അവസാന നിമിഷം പഠിച്ച് പാസ്സായ പാർട്ടീസ് വളരെ കമ്പൈൻ സ്റ്റഡിക്കൊക്കെയുള്ള പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ശരിക്കും എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പഠിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ എന്ന്
ജന്മം കൊള്ളുന്നോ അന്ന് തൊട്ട് ആ കുട്ടി ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. എന്ന് പറഞ്ഞാല് ഈവൻ ഇപ്പൊ അച്ഛന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് വയറ്റിൽ ചവിട്ടുന്നത് അത് അച്ഛന്റെ സൗണ്ട് ആണെന്ന് കുഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യണം. അത് കുട്ടി പഠിച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചേക്കണം. ആ സൗണ്ട് വീട്ടിൽ വേണ്ടി കേൾക്കുമ്പോൾ കുട്ടി ചവിട്ടണം. ചില കുട്ടികളൊക്കെ സിനിമയുടെ ചില സോങ്സ് കേൾക്കുമ്പോൾ ചവിട്ടുന്നു എന്ന് പറയും. ശരി. അപ്പോ ഫ്രം ദ ഹോം കുട്ടി ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയാണ്. അപ്പോ അവർക്ക് ജനിച്ച് കുഞ്ഞ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് അവർ പാല് കുടിക്കാൻ പഠിക്കുകയാണ്. അവിടെയും ഒരു പുതിയ പഠിത്തമാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റഡിയാണ് അവര് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മളാണ് ഓരോന്ന് പഠിപ്പിക്കുന്നത്. അപ്പോ 10ാം ക്ലാസ്സിൽ ആ കുഞ്ഞ് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ആരാണ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എപ്പോഴും എല്ലാ പാരന്റ്സിനോടും പറയും. ആ ടൈം അമ്മ ഫോണിലോ അല്ലെങ്കിൽ അച്ഛൻ ഫോണിലോ കളിച്ചുകൊണ്ടിരുന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക, ഉറങ്ങുക. അപ്പൊ കുഞ്ഞിന് അവിടെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റോ ഒന്നും വരത്തില്ല. ഈ ഇടയ്ക്ക് റിസർച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് ജനിച്ച കുഞ്ഞുങ്ങളെ ഒരു നേഴ്സ്, ആ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാത് കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത ഒരു നേഴ്സിനെ കൊണ്ട് മാത്രമാണ് സർട്ടൻ ഏജ് വരെ വളർത്തിച്ചത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ ഏത് ലാംഗ്വേജ് സംസാരിക്കും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ശരിക്കും ആ കുഞ്ഞുങ്ങള് ഹാൻഡ് ലാംഗ്വേജസ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ഞിന് അവർക്കൊരു പഠിത്തം എന്നുള്ള ഒരു ബോർഡൻ അല്ലാതെ അതൊരു എൻജോയ്മെന്റ്, അതൊരു കളി പോലെ അല്ലെങ്കിൽ അതൊരു പ്ലേ, പഠിക്കാൻ ഇഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങള് 10ാം ക്ലാസ്സിലാകുമ്പോൾ പഠിക്കാൻ പറയണ്ട, അവര് പഠിച്ചോളും, അവർ എക്സാം എഴുതിയോളും, അവർ നല്ല മാർക്ക് വാങ്ങിച്ചോളും. ശരിക്കും പറഞ്ഞാൽ ബെഡ് ടൈം സ്റ്റോറീസ് കുഞ്ഞുങ്ങൾക്ക് മസ്റ്റാണ്. അവർ ഉറങ്ങുന്ന സമയത്ത് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. ഗാഡ്ജറ്റ്സ് മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക. ഈ വായിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിളനിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുതിയ പുതിയ വേർഡ്സ് പഠിക്കും. അവർ ആ ക്യാരക്ടേഴ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ കാർട്ടൂൺസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നത്. അത് കുഞ്ഞുങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു ടാലന്റ് ഡെവലപ്പ് ആകുന്നതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അത് കണ്ടാലേ പറ്റത്തുള്ളൂ എന്നുള്ള അതിനൊരു സ്മാർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുഞ്ഞുങ്ങൾക്ക് വൺ ടൈം കാർട്ടൂൺ കാണിച്ചു കൊടുക്കാം. അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിന്റെ തന്നെ ബുക്ക് വാങ്ങാനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാഷ ആൻഡ് ദ ബിയർ എന്ന് പറഞ്ഞ പോപ്പുലർ കാർട്ടൂൺ ഉണ്ട്. ഇത് വൺ ടൈം ഈ മാഷ ആൻഡ് ബിയർ കാണിച്ചു കൊടുത്തിട്ട് ഈ മാഷ ആൻഡ് ബിയറിന്റെ ബുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഈ ബുക്ക് വായിച്ചിട്ട് ഓരോ ദിവസവും ഫുഡ് കൊടുക്കുമ്പോൾ ഈ സ്റ്റോറീസ് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബുക്കിനോട് താല്പര്യം തോന്നും. ഇവിടെ 2 ചോയ്സ് ഉണ്ട്. മൊബൈൽ കൊടുത്താൽ മൊബൈലിൽ താല്പര്യം വരും, ബുക്ക് കൊടുത്താൽ ബുക്കിൽ താല്പര്യം. ബുക്കിൽ താല്പര്യം വന്നാൽ പഠിക്കാൻ ഈസി ആയിരിക്കും, മൊബൈലിൽ താല്പര്യം വന്നാൽ സ്ക്രോൾ ചെയ്യാൻ താല്പര്യം. ബുക്ക് വായനയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് വേറെ നമ്മൾ എക്സാംസിന്റെ മെയിൻ റീസൺ പേരൻസ് ആണ് കുട്ടികളുടെ ഈ റീസണിങ് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാടുകൾ? സ്വകാര്യ സംഭാഷണ ഒരു പോയിന്റ് വന്നത് എനിക്ക് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ഓഫ് സം തേർഡ് പേഴ്സൺ, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊരു എന്താണ് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാരന്റിങ് ഒരു വലിയ പ്രോബ്ലം ഇപ്പൊ നിലവിൽ കണ്ടുവരുന്നത് ജനറേഷൻ ഗ്യാപ്പാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഇപ്പൊ നമ്മുടെയൊക്കെ അച്ഛനമ്മന്നൊക്കെ പറയുമ്പോൾ ഒരു 60s 70s വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇന്ന് കോമൺലി ഈ വരുന്ന കപ്പിൾസ് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരുന്നവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് പാരന്റ്സും പറയാറുണ്ട് ഞങ്ങളും ഒക്കെ കുറെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട്, നിങ്ങൾ മാത്രമല്ല, ഇത് കോമൺലി കേട്ട് വരുന്ന ഒരു വേർഡാണ്, നിങ്ങൾ മാത്രമല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നുള്ളത്. എന്നാൽ ഈ ഗ്രാൻഡ് പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളർത്തിയിരുന്ന കാലഘട്ടമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഈ ഇൻ കേസ് 1995 ശേഷം ഒരു വലിയ ചേഞ്ച് ആണ് നമ്മുടെ വേൾഡിൽ ഉണ്ടായത്. ഒരു ഇന്റർനെറ്റ് വേൾഡിലേക്കാണ് നമ്മൾ കടന്നത്. അവരവരുടെ ലൈഫിന്റെ നല്ലൊരു ഭാഗം ഈ ഒരു ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് അവർ ജീവിച്ചു പോയത്. അപ്പൊ ആ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇനിയും കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ട രീതികളിൽ തന്നെ കുഞ്ഞുങ്ങളെ അതിന് മോഡേൺ പാരന്റിങ് ടെക്നിക്സ് തന്നെ യൂസ് ചെയ്യണം. സാറേ ഇപ്പം എക്സാംസ് ഒക്കെ നടക്കുകയാണ്, കുട്ടികൾക്ക് എല്ലാം എക്സാം സ്ട്രെസ് ആണ്. ഓക്കെ, ഈ എക്സാം സ്ട്രെസ്സിന്റെ ഉറവിടം എവിടുന്ന്? കുട്ടികളാണോ അതോ പേരൻസ് ആണോ? കുട്ടികളും പാരന്റ്സും ആണ്. പേരൻസ് ആണ്. പാരന്റ്സ് ഇതിന്റെ അകത്ത് ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് കുട്ടികൾക്ക് സ്ട്രെസ് ആദ്യം ഉണ്ടാവുന്നത് തന്നെ കമ്പാരിസണിൽ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ എന്താണ് ആദ്യം പറയുന്നത്? അവനെ കണ്ടുപഠിക്കും, ഇവനെ കണ്ടുപഠിക്കും, അവൻ എന്ത് നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചു, അവൻ എന്തൊക്കെ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണ് എപ്പോഴും ചെയ്യുന്നത്. അത് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാക്കി അവർക്ക് അതൊരു സ്ട്രെസ് ആയിട്ട് മാറി അവരൊന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാകുകയും ചെയ്യുമ്പോഴേ
അവരെല്ലാത്തിലും ഫെയിലിയർ ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ചെയ്യേണ്ടത് സെൽഫ് കമ്പാരിസൺ ആണ്. എന്ന് പറഞ്ഞാൽ എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് കഴിഞ്ഞ തവണത്തെക്കാളും ഈ തവണ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാളും എന്റെ മോള് അവളുടെ ക്യാരക്ടറിൽ ഇത്രയും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ, പോസിറ്റീവ് ചേഞ്ചസ് ആണ്. സെൽഫ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരാളെയും വെച്ച് കമ്പയർ ചെയ്യണ്ട. അപ്പൊ കുഞ്ഞിനും ഒരു പോസിറ്റീവ് എനർജി വരും, ഞാൻ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്രയും ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തോട്ട് കുഞ്ഞുങ്ങൾക്കും വരും. അത് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. ഇത് ഒരു കുഞ്ഞു സ്റ്റോറിയിലൂടെ പറഞ്ഞുതരാം. സാറിന് അറിയായിരിക്കും തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസന്റെ അമ്മ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് തോമസ് ആൽവ എഡിസൺ ഒരു ലെറ്റർ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. ആ ലെറ്ററിൽ എഴുതിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളുടെ മോൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കാനായിട്ട് ആപ്റ്റ് അല്ല, നിങ്ങളുടെ മോന് ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞാണ് എഴുതിയിരുന്നത്. അപ്പോ ഇത് വായിച്ച അമ്മ മൊത്തത്തിൽ തളർന്നുപോയി ശരിക്കും. അത് അപ്പോ തോമസ് ആൽവ എഡിസൺ വന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ മക്കൾക്ക് ഐക്യു ലെവൽ കൂടുതലാണ്, അപ്പൊ മക്കളെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് ആ സ്കൂളിൽ ഇല്ല, സോ മോൻ ഇങ്ങോട്ട് സെൽഫ് സ്കൂളിംഗ് ചെയ്താൽ മതി എന്നാണ് ടീച്ചർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അമ്മ മോന് പറഞ്ഞു കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരനാണ് ഇന്ന് നമ്മളൊക്കെ പുസ്തകത്തിൽ പഠിക്കുന്ന തോമസ് ആൽവ എഡിസൺ ആയിട്ട് മാറിയത്. അന്ന് ശരിക്കും ആ അമ്മ ആ കുഞ്ഞിൽ വെച്ച വിശ്വാസമാണ് അദ്ദേഹത്തിനെ ഇത്രയും വലിയ ഉയർച്ചയിൽ എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് അടുത്ത കുഞ്ഞുങ്ങളുമായിട്ടല്ല, സ്വന്തം മോനെ കൊണ്ടോ മോളെ കൊണ്ടോ കമ്പയർ ചെയ്ത് അവൻ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടോ, ഈ കമ്പാരിസൺ ആണ് കുഞ്ഞുങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ലൈഫ് അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതും അവർക്കൊരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. കൊച്ചുകുട്ടികളുടെ സ്ട്രെസ് ഉണ്ടാവാം. ഉണ്ട്, കൊച്ചുകുട്ടികളിലും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഈ സ്ട്രെസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും രണ്ട് കാര്യം രണ്ടായിട്ട് കുഞ്ഞുങ്ങളോട് പറയുമ്പോഴാണ്. ഇപ്പൊ ഒരു കാര്യം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അമ്മ പറയുകയാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ അത് മാറ്റി പറയും, അത് അങ്ങനെയല്ല, അത് ശരിയാവില്ല, ഇങ്ങനെ ആയാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യന് രണ്ട് ആൻസർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു സ്ട്രെസ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ്. അപ്പൊ അവര് ആലോചിക്കും അത് ചെയ്യണോ വേണ്ടയോ, അപ്പൊ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, ഇങ്ങനെ അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ ഒരു സ്ട്രെസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി, അപ്പൊ തന്നെ അവർക്കൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഒന്നിലോട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതിപ്പോ അച്ഛനും അമ്മയും ആണെങ്കിൽ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോ ബുക്ക് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. അപ്പോ അതേസമയം ഗ്രാൻഡ് പാരന്റ്സ് അതിന് വേറെ എന്തെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അറിയത്തില്ല, അത് അതിന്റെ മലയാളമാണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ വേറൊരു നെയിം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ചിലവര് ബാത്റൂം എന്ന് പറയും, ചിലവര് വാഷ്റൂം എന്ന് പറയും. അപ്പോ ഈ ബാത്റൂം എന്നാണ് കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ, ബാത്റൂമിൽ നിന്നാണ് കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് അത് വാഷ്റൂം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരേ സാധനത്തിന് രണ്ട് ആൻസർ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഈ ഇങ്ങനെ വളർന്ന കുട്ടികളെ പിൽക്കാലത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇതിനകത്തൂടെയൊക്കെ അവർക്ക് ചില ഈ പാരന്റിംഗ് ഉണ്ടാവുന്ന ചില മിസ്റ്റേക്സ് ആണ്. എല്ലാത്തിനും അച്ഛന്റെ എസ് കിട്ടണം എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ അമ്മയുടെ എസ് കിട്ടണം. അത് ശരിക്കും പറഞ്ഞാൽ അവരെ സ്വന്തമായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വിടാതെ എല്ലാത്തിനും നമ്മളൊരു സൂപ്പർവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്യൂച്ചറിലും അവർക്ക് ഇതിന്റെ സൂപ്പർവിഷന്റെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സാധനം ഇത്രയേ ഉള്ളൂ, അവർക്ക് എന്തെങ്കിലും ചെയ്ത് അതിനൊരു ഓക്കെ എന്നുള്ളൊരു വേർഡ് കിട്ടിയാലേ അവരതിനകത്ത് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനും അവർക്ക് സ്വന്തമായിട്ട് അവരെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മൾ പാരന്റ്സ് ഹെൽപ്പ് ചെയ്യണം. ഇനി ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പൊ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെയൊക്കെ ചെന്നിട്ട് അവരടുത്ത് പറയും ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി 10 തവണ അതിങ്ങനെ വെച്ച് നോക്കി അത് കുട്ടി ബിൽഡ് ചെയ്താൽ മാത്രമേ അതിന്റെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അതിനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള തോട്ട് കുഞ്ഞിന് വരുന്നത്, കോൺഫിഡൻസ് ബിൽഡ് ആവത്തുള്ളൂ. അത് നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ ഡെവലപ്പ് ആവുന്നതിനെ ഒഴിച്ച് കുഞ്ഞിന്റെ ക്രിയേറ്റിവിറ്റി അവിടെ ഡെവലപ്പ് ആകുന്നില്ല. ഇങ്ങനത്തെ മിസ്റ്റേക്സ് നമ്മൾ പരമാവധി ഒഴിവാക്കി അവരെ ക്രിയേറ്റിവിറ്റി. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പോ
കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു ഇതാണ് ഈ കുഞ്ഞുങ്ങൾ ചെവിരിൽ വരച്ചു കഴിഞ്ഞാല് പുറകെ നടന്ന് മാറ്റാൻ നടക്കും. ശരിക്കും പറഞ്ഞാൽ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയും. ഈ കുഞ്ഞുങ്ങൾ ചെവിരിൽ പടം വരയ്ക്കുമ്പോൾ അത് അവർ എഴുതി തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു ഇതാണ് ചെവിരിലൊക്കെ പടം വരയ്ക്കുന്നത്. അത് മാത്രമല്ല അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പോ കുഞ്ഞ് 1.5 വയസ്സായ കുഞ്ഞ് ചെവിരിൽ ചിലപ്പോൾ കിറുക്കി വരയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ പടങ്ങൾ വരച്ചു കൊടുക്കും. 3 വയസ്സാകുമ്പോഴത്തേക്ക് നല്ലൊരു മനോഹരമായ പടം ആ കുട്ടി വരയ്ക്കും. ആ കുട്ടിക്ക് തന്നെ സെൽഫായിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് ഇതിനകത്തോട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അത് അതിനൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. നമ്മൾ ചെവിയൊക്കെ എപ്പോ വേണോ പെയിന്റ് അടിക്കാം. സോ കാശ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സ് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫ്യൂച്ചറും നന്നായിരിക്കും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി മാറേണ്ടത് കുഞ്ഞുങ്ങളല്ല, നമ്മൾ ഓരോ പാരന്റ്സുമാണ് എന്നുള്ളത്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു D2D Talks. Thank you very much for joining us also. അപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയം നമുക്ക് നല്ല പോയിന്റ്സ് പറഞ്ഞു ശ്രീരാമൻ സാറിനോട് നന്ദിയുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പേരന്റിങ് ചലഞ്ചസിനെ കുറിച്ചാണ്. പേരന്റിങ് ഈസ് എ ചലഞ്ച്, നമ്മളെല്ലാം എഗ്രി ചെയ്യുന്നു. പക്ഷെ അത് ആ ചലഞ്ച് നല്ല മനസ്സോടെ ഏറ്റെടുക്കാതെ നമുക്ക് ഒരു നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ കഴിയില്ല. അത് എൻജോയ് ചെയ്യണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനും നിങ്ങളും ഒക്കെ നല്ല പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ഡ്യൂട്ടി ആയിട്ട് അത് കാണണ്ട. അത് കണക്ക് പറഞ്ഞ് ചെയ്യേണ്ടതല്ല ഒരു പേരൻസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ പേരന്റിങ്. ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചലഞ്ചസ് ഒന്ന് വീടുകളിൽ വെച്ച് ഹാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒട്ടും പഠിക്കേണ്ട. ഈ കൺസൾട്ടൻസിനെ സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ്ങിന് പോവുക. നിങ്ങളുടെ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ആ സ്ട്രെസ് മറ്റുള്ളവരായിട്ട് പകർന്നത് ലഘൂകരിച്ച് നല്ലൊരു തങ്ങളുടെ വാർത്തെടുക്കാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്സും ആണ് എന്റെ മോട്ടിവേഷൻ. ഇതുപോലെ നല്ല നല്ല എപ്പിസോഡുമായിട്ട് വരാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും കാണുന്നവരെ വിടാം. താങ്ക് യു വെരി മച്ച്.